ഗൈസ് എന്തെങ്കിലും വിശേഷം സുഖമായിരിക്കുന്നു കേട്ടോ. തമിഴ് കണ്ടാൽ തന്നെ യെസ് വീഡിയോ ഉണ്ടാവും ഹോംലെസ് മലയാളീസ് ഇൻ ലണ്ടൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ ടൈറ്റിലിൽ രണ്ട് ടോപ്പിക് ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോ ഇന്നലെ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നടന്ന ഒരു ഇഷ്യൂവിനെ ബന്ധപ്പെടുത്തിയിട്ടാണ്. മറ്റൊരു വീഡിയോ റിയൽ ഹോംലെസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ പിന്നൊരു ദിവസം ചെയ്യാം. ഈ ഒരു വീഡിയോക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന കുറേ ചോദ്യങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് തന്നെ ഉത്തരം തരാം. ഒന്ന്, എന്തുകൊണ്ട് നിങ്ങൾ ഏജന്റിന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല? എന്തുകൊണ്ട് തട്ടിപ്പിൻ ഇരയാക്കിയ ആൾക്കാരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല? എന്തുകൊണ്ട് അവരുടെ ഫേസ്ബുക്കും മറ്റ് പ്രൊഫൈലുകൾ പുറത്തു വിടുന്നില്ല എന്നൊരു ചോദ്യം പറയും. സോ അതിന് ഉത്തരം പറഞ്ഞിട്ടാണ് നമ്മൾ കടക്കുന്നുള്ളൂ. ആദ്യമായിട്ട് ചാനൽ ഇൻഫോർമേറ്റീവ് ആയാലും എന്റർടൈനിങ് ആയാലും കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അതും ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് ലണ്ടനിലാണ്, ഈസ്റ്റ് ലണ്ടൻ ഭാഗത്താണ്. ഒരു കൂട്ടം ചെറുപ്പക്കാർ മലയാളികൾ. അപ്പോൾ ഈ ഒരു മലയാളികൾ വീടെടുത്തതും ഒരു മലയാളിയുടെ കയ്യിൽ നിന്നാണ് വീടെടുത്തിരിക്കുന്നത്. പൊതുവെ മലയാളികൾ ഇവിടെ വിശ്വസിക്കരുത് എന്നുള്ളൊരു കിംവദന്തി നടക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് പറയട്ടോ. ഇവിടെ നിന്നുള്ള അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ മലയാളികൾ നിന്ന് വീടെടുത്തു, ചെറിയൊരു പണി കിട്ടി. ഒരു പണിയല്ല, 2 പണിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പയ്യന്മാർക്ക് കിട്ടിയത്. ഏകദേശം 13ഓളം പയ്യന്മാരാണ്. അവരെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ നിന്ന് പുറത്താക്കി, അതായത് നമ്മുടെ കൗൺസിലിന് ആൾക്കാർ വന്ന് പിടിച്ച് പുറത്താക്കി, പെരുവഴിയിലായി, ഹോംലെസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ കുറേ വീഡിയോസ് ഉണ്ട്. അത് ഞാൻ എടുത്ത് പ്ലേ ചെയ്യാം ഇപ്പോൾ. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കാം. എന്തുകൊണ്ട് ഇവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല? ഈ പറഞ്ഞ തട്ടിപ്പിന് ഇരയാക്കി എന്ന് പറയുന്ന ആൾക്കാരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല? എന്തുകൊണ്ട് അവർ പ്രൊഫൈലുകൾ പുറത്തു വിടുന്നില്ല? ഒന്നാമത്തെ കേസ്, ഇന്നലെ ഒരു 12-1 മണി വരെ രാത്രി പുലർച്ചെ, അപ്പോൾ തട്ടിപ്പ് ആണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കാരണം ഇവർ റെസ്പോൺസ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ കുറേ ഇൻഫർമേഷൻ കിട്ടി. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയതും ഞാൻ ഈ ഒരു ഇൻഫർമേഷന് പുറത്ത് ഞാൻ അനീഷ് ചേട്ടൻ, നമ്മുടെ സുഹൃത്തായ അനീഷ് എബ്രഹാം, അതുപോലെ തന്നെ റോയ് ചേട്ടൻ്റെ അടുത്തൊക്കെ കാര്യം പറഞ്ഞു. റോയ് ചേട്ടൻ, അനീഷ് ചേട്ടൻ, അരുൺ ചേട്ടൻ്റെ അടുത്ത്, അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇതിനകത്ത് ഇടപെട്ടു. കുറേ പ്രമുഖന്മാർ, ഉന്നതതലത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പല പ്രമുഖന്മാരും ഇതിന്റെ പുറകിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ന്യൂസ് കണ്ട്. കാരണം നമ്മളത് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ തന്നെ അവരുടെ അവസ്ഥ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനീഷ് ചേട്ടനും പോസ്റ്റ് ചെയ്തു, റോയ് ചേട്ടനും പോസ്റ്റ് ചെയ്തു, ഞാനും പോസ്റ്റ് ചെയ്തു. ഒരുപാട് പേര് കണ്ടു. കാരണം അതിനകത്ത് പ്രതികരണങ്ങൾ വന്നു തുടങ്ങി, പലരും ചോദിച്ചു വന്നു തുടങ്ങി എന്താ പ്രശ്നങ്ങൾ. പലരും അവരെ കാണാനായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ട് പലരും അങ്ങോട്ട് ചെന്നു എന്താണ് സംഭവം ചോദിക്കാൻ. അത് മാത്രമല്ല SFI UK സംഘടന, അവരും അതിനകത്ത് കഴിഞ്ഞ ദിവസം ഇടപെടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സംഘടനകളും ഇതിനകത്ത് വരുന്നു. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ട് നമ്മളിത് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ അനീഷ് ചേട്ടനും ടീംസും ഇവരെ കോൺടാക്ട് ചെയ്തു. അത് തട്ടിപ്പിന് ഇരയാക്കി എന്ന് പറയുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നു, സംസാരിച്ചു. ഈ കാര്യങ്ങളൊക്കെ കോൺഫറൻസ് കോൾ ഇട്ട് സംസാരിച്ചു. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ ഇവരെ 3 പേരെയും ഇവർ 2 പേരെയും ഞാൻ കോൺഫറൻസിലിട്ട് ഞങ്ങൾ സംസാരിച്ചു. 2 പേരുടെ വാദം കേട്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ പലരും പറയും ഒരാളുടെ മാത്രം വാദം കേട്ടിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യരുത് എന്ന് പറയും. അങ്ങനെയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനത്തെ വീഡിയോ നമ്മളിവിടെ ചെയ്യാറില്ല. 2 പേരുടെ വാദം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പ്യൂർ ആയിട്ട് തട്ടിപ്പാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാറുള്ളൂ. പക്ഷേ 2 പേരുടെ വാദങ്ങൾ കേട്ടു. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനിവിടെ പുറത്ത് പറയുന്നില്ല. കാരണം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരാൾക്ക് ഫേവർ ചെയ്തിട്ട് പറയുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ വോയിസ് ക്ലിപ്പുകളും ഇവരുടെ വീഡിയോസ് അടക്കം റെക്കോർഡ് ചെയ്ത് പൈസ മേടിക്കുന്നത് തൊട്ടും പലതും റെക്കോർഡ് ചെയ്തിട്ടും, അതുപോലെ തന്നെ പല കാര്യങ്ങളും, അതിപ്പോൾ ഈ പറഞ്ഞ തട്ടിപ്പിൽ ഇരയാക്കി എന്ന് പറയുന്നവരുടെ വോയിസ് ക്ലിപ്പുകളും, പിന്നെ ഇവർ റെക്കോർഡ് ചെയ്ത്, അതായത് ഇപ്പോൾ തട്ടിപ്പിൽ പെട്ടവർ റെക്കോർഡ് ചെയ്ത വോയിസ് ക്ലിപ്പുകളും പലതും, എല്ലാ പ്രൂഫുകളും കയ്യിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ കിടക്കട്ടെ. വോയിസ് ക്ലിപ്പുകൾ ഞാൻ അതൊന്നും ഇവിടെ എടുത്ത് പുറത്ത് വിടാനൊന്നും പോകുന്നില്ല, ആരും കാണിക്കാൻ പോകുന്നില്ല. ഓക്കെ. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഇവർക്ക് പൈസ തിരിച്ചു. അങ്ങനെ തട്ടിപ്പിൽ നടത്തുന്ന ആൾക്കാർ ഒന്നില്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോവും, ഇല്ലെങ്കിൽ അവർ വിളിച്ചെടുക്കൂല. ഒരു നാണവും മാനമില്ലാത്തവരായിരിക്കും മിക്കവാറും കൂടുതൽ അങ്ങനെ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇനിയും ആ ബിസിനസ് ചെയ്യണമെന്നുണ്ട്, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു അവർ ആ ഒരു പൈസ തിരിച്ചു കൊടുക്കാനും ആ പരിപാടികൾ സെറ്റിൽ ചെയ്യാനും കാര്യങ്ങളെല്ലാം നിന്നത്. ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പരിപാടികൾ സോർട്ട് ചെയ്താൽ മതിയായിരുന്നു. അവർ പറയുന്നത് സോർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്, ഇവർ അതില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ആ കാര്യങ്ങളിൽ കടക്കുന്നില്ല. അത് അങ്ങനെ പോകുന്ന സമയത്ത് 2 പേരുടെ അങ്ങനെ തലയിൽ കയറി വരും. അതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഇപ്പം 2 പേരുടെ സമയത്തും 2 പേർക്കും ഞാനൊരു ഈക്വൽ ഒരു റെസ്പെക്ട് കൊടുത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ പേര് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാത്തത്, റിവീൽ ചെയ്യാത്തത്. ഓക്കെ. അത് നമുക്ക് ആവശ്യമില്ല. കാരണം അവർ ഇനി ആ ഒരു തെറ്റ് ഇനി ചെയ്യും തോന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഞാൻ അവരുടെ വീഡിയോസ് ഒന്ന് പോയി കണ്ടിട്ട് വരിക, എന്നിട്ട് ഞാൻ സംസാരിക്കാം. ബ്രോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ബ്രോ ഇതാണ് ബ്രോ. ഞങ്ങൾ റോട്ടിൽ നിൽക്കുകയാണ് ബ്രോ. ഇത്ര ആൾക്കാർ അവിടെ ഇവിടെ റോട്ടിൽ നിൽക്കുകയാണ് ബ്രോ. ഞങ്ങൾക്ക് എങ്ങോട്ട് പോകാൻ സ്ഥലമില്ല ബ്രോ. ഇവർ പൈസ 8 മണിക്ക് തരാറുണ്ട് ഇവരെ വിളിച്ചിട്ട് ഒരു പൈസ ഒന്നും തരുന്നില്ല ബ്രോ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുറേ ലഗേജ് അങ്ങോട്ട് മാറ്റി മഴയെ കൊണ്ട്
ഞങ്ങളിതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് ഒന്നും കൂടി വരെ വിളിച്ചു നോക്കും. ഞാൻ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ബ്രോന് വോയിസ് ആയിട്ട് അയക്കേണ്ടത്. അതേമാതിരി തന്നെ വീഡിയോന്റെ പ്രൂഫ് കൊണ്ട് പൈസ കൊടുക്കുന്നതായിട്ടും അതേമാതിരി തന്നെ ബാക്കിയുള്ള ഡീലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പേ ഉണ്ടായ സ്കാമിന്റെ അയാളെ പിടിച്ചതും അയാൾ അതിന്റെ എല്ലാത്തിനും ഇതുണ്ട് ബ്രോ. ഇതാണ് ഇപ്പൊ ഇന്ന് നേരം വെളുത്തിട്ട് കിട്ടിയ ഫുഡാണിത്. ഓരോരുത്തര് ഈ ഹോംലെസ് ആന്ന് വിചാരിച്ച് കൊന്നു തരുന്നതാണ് ഞങ്ങൾക്ക്. അതെ, ആക്കിയതാണ് ഇതേമാതിരത്തെ വ്യക്തികള്. ഞങ്ങക്ക് ഇത്ര പറയാനുള്ളൂ. ഇതേമാതിരി ഇങ്ങനെ പെട്ടിക്കണേ ഈ കൂട്ടത്തിലുള്ള മലയാളി നാറികൾ തന്നെയാണ് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇത്ര ഇങ്ങനെ നക്കി തിന്നണം എന്തിനാന്നാണ് ചോദിക്കണേ. ഞങ്ങക്ക് ഫുഡ് കഴിക്കാൻ പോലും കാശില്ലാണ്ട് അക്കൗണ്ട് അവര് കാലിയാക്കി തന്നു ഈ 2 ദിവസം കൊണ്ട്. ഇതാണ് ഇപ്പൊ അവസ്ഥ. നാട്ടിൽ നിന്ന് 10-20 ലക്ഷം കൊടുത്ത് പഠിക്കാൻ വന്ന ഒരവസ്ഥയാണ് ഇപ്പൊ. Thank you so much, brother. Thank you so much for the help. Like, see, people are helping us so badly. So this is not like we won't be coming to this situation. The people like from our country, like our place only, they're doing this shit to us. Look at this. People should know that there are people like who has the humanity. But someone inform me. Yeah, sure. Thank you so much. Thank you so much. We never forget this. We won't be forgetting this anyway. Like it will be in our heart. No, I always go to the India because I am near Bangladesh. Agartala. Do you know Agartala? Yeah. Calcutta. Agartala and Bangladesh. സ്വന്തം നാട്ടുകാർക്കില്ലേ ഇല്ലാതെ നന്ദിയും മറ്റേ കണ്ണിച്ചോരില്ലാത്ത ആൾക്കില്ലേ ബാക്കിയുള്ള കാണിക്കണ്ടേ. നാട്ടുകാരെന്നല്ല ഇപ്പൊ തന്നെ കൂട്ടത്തിൽ നമ്മളെ സഹായിച്ച പല ആൾക്കാരും ഉണ്ട്. നമുക്ക് ഇതൊക്കെ പുറത്തെത്തിക്കാൻ സഹായിച്ച പല ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ നാറികളാണ് ഈ വില കളയാണ് മലയാളികളുടെ. ബ്രോ ഇതാണ് അവസ്ഥ. ഈ മഴയത്ത് നിക്കണാണ് ഞങ്ങൾ ഒരു 13 ആൾക്കാരേന്ന് ഒരു കൂട്ടത്തിലുള്ള ഒരു പ്രമുഖനൊക്കെ പറയാൻ വേണമെങ്കിൽ ഒരു വ്യക്തി ഫണ്ടും വാങ്ങി വീടും തരാമെന്നും പറഞ്ഞു ഇന്നലെ കാശ് വാങ്ങി എല്ലാം തന്ന് കയറ്റി വിട്ട് രാവിലെ വന്നേക്കാം ഇറങ്ങണമെന്നും പറഞ്ഞു മഴയത്ത് നിൽക്കണ്. ഇപ്പൊ രാത്രി സമയം 10:30. രാവിലെ 10 മണിക്ക് നിൽക്കണ പിള്ളേരത് ഒരു സാധനം പോലും കഴിച്ചിട്ടില്ല. ഈ നിക്കണ ഒരാൾക്കാരും പട്ടിണിയിലാ നിക്കണേ. ഈ റോട്ടിൽ കൂടെ പോണ ആൾക്കാർ എന്തിനും ഹോംലെസ് ആന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് തന്നെ ഫുഡാണ് ഇന്ന് ഈ നേരം വരെ കഴിച്ചത്. ഈ നിൽക്കണ ആർക്കും മുഖം കാട്ടാനോ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്താനോ ഒരു താല്പര്യമില്ല. മുഖം കാണിക്കുന്നത് കുഴപ്പമില്ല ബ്രോ. ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരാളും കൊണ്ട് നിർത്താൻ പാടില്ല. ഇനി ഒരാൾക്കും നിർത്താൻ പാടില്ല. വരാൻ പാടില്ല. ഒരാളും പറ്റിക്കപ്പെടാൻ പാടില്ല. അതെ പൈസനല്ല ബ്രോ. ഇങ്ങനത്തെ അവസ്ഥയിൽ 3 ദിവസം നിൽക്കുന്നത്. 3 ദിവസം ഇവര് ഇതിനോട് നിൽക്കാണ്. നമുക്ക് ഫുഡ് ഇതേമാതിരിയാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടണത്. ഓരോ സമയത്തും കിട്ടണത്. ഇന്നിപ്പോ ഇത്രയും കിട്ടിയണത്. ഇങ്ങനെ കിട്ടിയില്ലെങ്കിലും ഇന്ന് പട്ടിണി ഞങ്ങള്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ ബ്രോ. ഇതൊക്കെ പരമാവധി അവസ്ഥ എല്ലാവർക്കും ഇവിടെ അല്ലേ. കുട്ടികളൊന്നും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരു ഗതികെട്ട ഇതിൽ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനത്തെ കുട്ടികളൊന്നും അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുട്ടികളല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിർത്തിയല്ലേ നമ്മളറിയുന്ന മലയാളീസിനാണ്. ഈ മലയാളീസ് പറയുന്നത് ചെയ്യുന്ന കാര്യത്തിൽ ചെറ്റത്തരത്തിനില്ലേ കയ്യും കായില്ലേ. ഈ ബാക്കിലെന്നെ തുറന്ന് ബാക്കിലെന്നെ അധ്വാനം ഇല്ലേ നിങ്ങൾ തിന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ അധ്വാനം തിന്നില്ലേ നിങ്ങൾ ഒരു കാര്യം ഗതി പിടിക്കാൻ വേണ്ടി പോകില്ല. ഈ പൈസന്റെ മുകളിലല്ല. ഇങ്ങനത്തെ അവസ്ഥയിൽ ഇനി ഒരാൾ നിൽക്കാൻ പാടില്ല. ഒരാളെ നിർത്തിക്കാൻ പാടില്ല. കണ്ട ഇത്രയും കുറേ വീഡിയോസ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇനി ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഒരുപാട് അവർ കാരണം കഴിഞ്ഞ ദിവസം പെരുവഴിയിലായിരുന്നു. ഈ ഒരു അവസ്ഥ ഞാൻ മുന്നേ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതേപോലെ എൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒരു ഫാമിലിയും കൊണ്ട് പെരുവഴിയിൽ നിന്നിട്ടുള്ളൊരു അവസ്ഥ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ അവസ്ഥയാണ് ഇവർക്കും വന്നത്. ഈ പയ്യന്മാർക്ക് വന്നതും അതേപോലെ തന്നെ ആ ഏജന്റിനും വന്നിട്ടുള്ളത്. അതായത് മലയാളി ഏജന്റിനും വന്നിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീടുകൾ നമ്മൾക്ക് ബിസിനസ്സുകൾ ഇതേപോലെ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങും. നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒരു ഏജന്റിന്റെ കയ്യിൽ നിന്ന് ഒരു വീടെടുക്കും. നമ്മളിത് എടുത്ത് ഇതുപോലെ ആൾക്കാർ കൊടുക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഏജന്റ് മറ്റൊരു ഏജന്റിന്റെ കയ്യിൽ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇത്ര ആൾക്കാരെ താമസിപ്പിക്കാൻ പറ്റുള്ളൂ, ഇത്ര രൂപയായിരിക്കും റെന്റ്, അങ്ങനെയൊക്കെ ചില കോംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 10-13 പേര് അവിടെ കയറി എന്ന് പറയുന്നുണ്ട്. 10 പേരെ താമസിക്കാൻ പറ്റുള്ളൂ എന്ന് ഇവർ പറയുന്നുണ്ട്. അങ്ങനെ കുറേ ഒരു പ്രശ്നങ്ങളുണ്ട്. അവരില്ല എന്ന് പറയുന്നുണ്ട്. ആ വാദപ്രതിവാദത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭാഗത്തും ഇവരുടെ ഭാഗത്തും എന്തൊക്കെയാണ് ഓരോ പോയിന്റ് അത് ഞാൻ വളരെ ലെങ്തി വീഡിയോ ഞാൻ ചെയ്യേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. ഈ ഒരു പ്രശ്നം ഇവിടെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇതെല്ലാം സോഷ്യൽ മീഡിയ കിടന്ന് പോയത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചില പ്രശ്നങ്ങൾ 2 ഭാഗത്തും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. പിന്നെ അത് മാത്രമല്ല ഇനി വരുന്ന ആൾക്കാർക്ക് മലയാളി ഏജന്റുമാരെ പണ്ടേ ഒരു കിംവദന്തി ഉണ്ട്. ഇതേപോലെ മലയാളിമാരല്ല ഏജന്റുമാരല്ല മലയാളി ഒരു ബിസിനസ്സിലും വിശ്വസിക്കരുത് എന്ന് പറയുന്ന ഒരു
ഇവിടെ പൊതുവേ ഒരു അറ്റ്മോസ്ഫിയറിലൊരു അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വീടെടുക്കുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാർ, ഇപ്പോൾ സംഭവം മിസ്റ്റേക്കുകൾ ആർക്ക് വേണമെങ്കിൽ പറ്റും, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു Airbnb റൂം എടുത്തിട്ട് വന്നിട്ട് ഇവിടെ വന്ന് വീട് കണ്ടെത്തുക. നിങ്ങൾ ഒരാളുടെയും സഹായമില്ലാതെ വല്ല ഡയറക്റ്റ് ലെറ്റിംഗ് ഏജൻസി, ഇംഗ്ലീഷുകാരുടെ ലെറ്റിംഗ് ഏജൻസി വഴി വല്ല വീട് കണ്ടെത്തുക, അല്ലെങ്കിൽ ലാൻഡ് ലോഡിന് ഡയറക്റ്റ് വല്ലതും കണ്ടെത്താൻ പറ്റും. വേറെ വഴി ഈ ഒരു മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. തട്ടിപ്പല്ല, ആക്ച്വലി പ്രശ്നങ്ങളുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടെടുക്കുമ്പോൾ ചിലപ്പോൾ 2 പേര് കയറും, 3 പേരും, ചിലർ ഡെപ്പോസിറ്റ് കൊടുക്കില്ല, ചിലപ്പോൾ പല ചൂഷണങ്ങളും വളരെ പ്രശ്നങ്ങളും ഉള്ള ഒരു മേഖലയാണ് ഈ അക്കോമഡേഷൻ ബിസിനസ്. അത് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു കേസ് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചില ഉടായ്പന്മാരുണ്ട് കേട്ടോ, ചില ഉടായ്പന്മാരുണ്ട്, അവരൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവന്മാർ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കൂല. അത് മാത്രമല്ല ഇവിടെ വന്നിട്ട് അവിടെ ക്രാച്ച്, ഇവിടെ ക്രാച്ച്, അവിടെ സ്ക്രാച്ച്, ഇവിടെ സ്ക്രാച്ച്, പിന്നെ അവിടെ പെയിന്റ് പോയി, അവിടെ വെള്ളം പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണക്കുകളൊക്കെ പറഞ്ഞിട്ട് അത് മേടിക്കുന്ന വേറെ പരിപാടി. അത് മീൻസ് അവർ ചിലപ്പോൾ കൊടുക്കണമായിരിക്കും, എന്നാലും ഒരു മാന്യമായ തുകയൊക്കെ മേടിക്കുന്നവരുണ്ട്, ചിലപ്പോൾ വലിയ തുകയൊക്കെ മേടിക്കുന്നവരുണ്ട്. ഇതിനിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന കുറേ എണ്ണം ഉണ്ട് ഇവിടെ. അത് നമ്മൾ പറയേണ്ട കേസാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ വരുന്നവരെ എല്ലാവരും സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർ ഇവിടെ വന്നിട്ട് വല്ലതും കണ്ടെത്താൻ പറ്റും നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ളവർ, ഇല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് വീടെടുക്കാൻ പറ്റും നോക്കുക. ഇവിടെ പൊതുവെ എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ട പ്രശ്നങ്ങൾ, ഈ പയ്യന്മാരെ പിടിച്ച് പുറത്താക്കി, ഹോംലെസ് ആയി, കൗൺസിൽ വന്ന് പിടിച്ച് പുറത്താക്കി. കൗൺസിൽ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിയായപ്പോൾ ഇവർ വന്നിട്ട് കൗൺസിൽ സഹായിച്ചു, ഒരു ഷെൽട്ടർ ഹോം കൊടുത്തു, അവിടെ കയറി താമസിച്ചു 2 മണിക്ക് കേട്ടോ പുലർച്ചെ. അതുവരെയും മഴയത്തും വെയിലത്തും തണുപ്പത്താണ്. അത് കഴിഞ്ഞ് 2 മണി കഴിഞ്ഞ് ഇത് ഇന്ന് പുലർച്ചെ ഒരു 10-11 മണിയായപ്പോൾ അവരെ വീണ്ടും പിടിച്ച് പുറത്താക്കി. അതല്ല, കൗൺസിൽ ഹോമിൽ മറ്റേ പുറത്തായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തായി. വീണ്ടും അവരിപ്പോൾ പെരുവഴിയിലാണ്, സ്റ്റിൽ അവർ പെരുവഴിയിലാണ്, ഇപ്പോഴും പെരുവഴി. വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും പെരുവഴിയിലാണ്. അപ്പോൾ ഇവരതിനകത്ത് പൈസ കൊടുത്ത് ക്ലിയർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൈസ കൊടുത്ത് ക്ലിയർ ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ അവരെ തട്ടിപ്പുകാരായിട്ടോ ഇല്ലെങ്കിൽ മറ്റു രീതിക്കൊന്നും വിശേഷിപ്പിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, മലയാളി ഹോംലെസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് അവർക്ക് വീട് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള വഴികൾ ഞാൻ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാം. വീടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ.